വിദ്യാർത്ഥിനികളുടെ സത്യസന്ധതയിൽ അധ്യാപികയ്ക്ക് തിരികെ കിട്ടിയത് തന്റെ ഭർത്താവ് സമ്മാനിച്ച സ്വർണവളയാണ്. വളാഞ്ചേരി കൊട്ടാരം സ്വദേശിനി ദിൽഷാനയ്ക്കാണ് നഷ്ടമായ സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടിയത്. ആഭരണം വീണു കിട്ടിയ കുട്ടികൾ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വളാഞ്ചേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിക്കുന്ന 2 വിദ്യാർത്ഥിനികൾക്ക് സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയത്. എടയൂർ സ്വദേശിനി ചെനക്കൽ വീട്ടിൽ ദേവിക, ഇരുമ്പിളിയം വട്ടപ്പറമ്പ് സ്വദേശിനി വട്ടത്ത് തിരുത്തുമ്മൽ ജഹാന എന്നിവരാണ് വഴിയിൽ കിടക്കുന്ന സ്വർണ്ണാഭരണം കണ്ടത്. 1 പവൻ തൂക്കം വരുന്ന ബ്രേസ്ലെറ്റുമായി വിദ്യാർത്ഥിനികൾ നേരെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി. വളാഞ്ചേരി കൊട്ടാരം സ്വദേശിനി വാഴയിൽ ദിൽഷാനയുടെ ആഭരണമാണ് നഷ്ടപ്പെട്ടിരുന്നത്. ഭർത്താവ് സമ്മാനമായി നൽകിയ ബ്രേസ്ലെറ്റ് നഷ്ടമായ വിവരം ഭയം കാരണം ദിൽഷാന വീട്ടിലും പറഞ്ഞിരുന്നില്ല. പോലീസിൽ പരാതിയും നൽകിയിരുന്നില്ല. എന്നാൽ സുഹൃത്തുക്കളോടും പരിചയമുള്ള ഓട്ടോ ഡ്രൈവർമാരോടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്തിരുന്നു. ഇത് കണ്ട പോലീസ് ദിൽഷാനയെയും വിദ്യാർത്ഥിനികളായ ജഹാനയെയും ദേവികയെയും വിളിച്ചു വരുത്തി സ്ഥിരീകരണം നടത്തിയ ശേഷമാണ് ആഭരണം തിരികെ നൽകിയത്. വിദ്യാർത്ഥിനികളുടെ സത്യസന്ധതയ്ക്ക് പോലീസും ദിൽഷാനയും സമ്മാനങ്ങൾ നൽകി. വിദ്യാർത്ഥിനികളെ ആശ്ലേഷിച്ചും പോലീസ് സ്റ്റേഷനിലുള്ളവർക്ക് മധുരം നൽകിയും സന്തോഷം പങ്കിട്ടാണ് ദിൽഷാന മടങ്ങിയത്. ദിൽഷാന മുൻപ് അധ്യാപികയായിരുന്നു. രണ്ടത്താണി സ്വദേശിയാണ് ഭർത്താവ്. നിലവിൽ ദിൽഷാന സ്വന്തം വീട്ടിലാണ് താമസം. ഇത് ഞാൻ ഇന്നലെ കൊട്ടാരത്തിന് വളാഞ്ചേരിക്ക് പോകുന്നതായിരുന്നു. അപ്പോൾ ഓട്ടോയിൽ ഞാൻ പോരുമ്പോൾ ഫോട്ടോ എടുത്തിരുന്നു എൻ്റെ. അപ്പോൾ ഫോട്ടോയിൽ സംഭവം ഉണ്ട്. പിന്നെ വളാഞ്ചേരി എത്തി. പിന്നെ ഞാൻ ബാങ്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അതിലില്ല. അങ്ങനെ CCTV നോക്കിയപ്പോൾ ഈ സംഭവം ഇല്ല. എന്നാൽ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഞാൻ കുറച്ച് നേരം ഇരുന്നിരുന്നു. ആ ഒരു ടൈമിലാണോ പോയി ഒന്നും അറിയില്ല. വീട്ടിലറിഞ്ഞാലെങ്കിൽ ആകെ പ്രശ്നമാണ്. ഇതാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇപ്പോൾ ചെയിനോ ഇതേപോലെ ഈ ചെയിനോ ഇതും കൂടി ഒരുമിച്ച് തന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാക്കി വീട്ടിലാരും അറിയിച്ചിരുന്നില്ല. അറിയാതെ ഇതാക്കിയത്. പിന്നെ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനോട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കി ഇങ്ങനെ സംഭവം പോയിട്ടുണ്ട്, എന്താണ് അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, ഓട്ടോ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കടകളുടെ ഗ്രൂപ്പിലൊക്കെ ഇടാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രാവിലെ പോലീസിൽ വിളിച്ചു പറഞ്ഞു. ഇവിടെ ഗിരീഷ് സാറുണ്ട്. ഗിരീഷ് സാറോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വിളിച്ചത് തോന്നുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വായോ. അപ്പം അങ്ങനെ വന്നതാണ്. വന്നപ്പോഴാണ് കിട്ടിയ സംഭവം. അപ്പോൾ വരുമ്പോഴും അറിയില്ല സംഭവം കിട്ടിയെന്ന് അറിയില്ലായിരുന്നു. വന്നപ്പോഴാണ് കിട്ടിയത് അറിഞ്ഞത്. ഭയങ്കര ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ആളുകളെ കിട്ടാനില്ല. ഞാനൊരു അധ്യാപികയാണ്. ഞാനും ആഗ്രഹിക്കുന്ന ഇതേപോലെ തന്നെ എൻ്റെ മക്കളും ഇങ്ങനെ തന്നെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ ഒരു ഗോൾഡിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ അറിയിക്കാനും വയ്യ, മനസ്സിനുള്ളിൽ ഇതിങ്ങനെ വെച്ചിരിക്കുന്നു. എന്താ ചെയ്യേണ്ടത് അറിയാണ്ട്. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് സ്റ്റാൻഡിൽ വന്നിരുന്ന. അപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇവർ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് അവരുടേതാണ് എന്നുള്ള കാര്യം. കാരണം ഞങ്ങൾ ആരും അവിടെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളത് കിട്ടിയ പാടന്നെ ഞാൻ എന്തോ ആവശ്യത്തിന് താഴത്തോട്ട് നോക്കിയപ്പോൾ കിട്ടിയത് എനിക്ക്. അപ്പം തന്നെ അത് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ തന്നെ ഗോൾഡാന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഞങ്ങൾ ആദ്യം ട്രാഫിക്കിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇവളും പറഞ്ഞു വേണ്ട പോവണ്ടാന്ന്. അപ്പം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവിടെ വന്നപ്പോൾ സാർമാർ ചോദിച്ചു എന്താണെന്ന്. അപ്പം തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പം അത് തരാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ പറഞ്ഞു ഒന്ന് ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർക്കത് കൊടുത്തപ്പോൾ തന്നെ അവർ CCTV ഒക്കെ ചെക്ക് ചെയ്തു. അപ്പോഴൊന്നും അവരാ പോയൊരു ഭാഗം മാത്രം കണ്ടില്ല. പിന്നെ അവരതാണോ അറിയാൻ വേണ്ടി ഞങ്ങൾ അവരെ ഫോളോ ചെയ്തായിരുന്നു. പക്ഷെ അവരെ ഞങ്ങൾ എവിടെയും കണ്ടില്ലായിരുന്നു. അവരവിടെ എവിടെയും കാണാണ്ടായപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ വന്നേ. ഇവളും പറഞ്ഞു നമ്മൾ സ്റ്റേഷനിൽ പോയി പരാതി ഇങ്ങനെ കൊടുക്കാൻ. അങ്ങനെ ഇവിടെ വന്ന് പരാതിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അത് അതിൻ്റെ ആൾക്ക് കയ്യിൽ തന്നെ കിട്ടുമോ, അളഞ്ഞ് വന്ന് അന്വേഷിക്കുമോ. ഒന്നാമത് ഇപ്പോൾ സ്വർണ്ണത്തിന് നല്ല റേറ്റാണ്. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളെ പേരൻസ് രണ്ടാളതും എങ്ങനെ പോലും കഷ്ടപ്പെട്ടാൽ ആരാൻ്റെ മുതലൊന്നും എടുത്ത് പഠിപ്പിച്ചിട്ടില്ല. കിട്ടിയാൽ അത് കൊടുക്കണം എന്നുള്ളൊരിതില്ല ഞങ്ങൾ രണ്ടാളെയും വളർത്തുന്നത്. അപ്പം പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് കിട്ടി. ഞങ്ങൾ രണ്ടാളും ഇവിടെ കൊണ്ടുത്തന്നു. അപ്പം തന്നെ പോലീസുകാർ ഞങ്ങളെ അടുത്ത് പറഞ്ഞു നിങ്ങളായതുകൊണ്ട് കൊണ്ടുത്തന്നു, നിങ്ങൾക്ക് ട്രിപ്പിനും മന്തി കഴിക്കാൻ എല്ലാത്തിനും പറ്റിയായിരുന്നു. പക്ഷെ ഞങ്ങളിതിന് വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പം ഇതാ ഞങ്ങൾക്ക് രാവിലെ മുതലേ ഉണ്ടായിരുന്നു അത് കിട്ടുമോന്ന്. പക്ഷേ പെട്ടെന്നാണ് ഇപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. ഇങ്ങനെ നിങ്ങൾ കൊണ്ടുതന്നേണ്ട ആളെ കണ്ടെത്തിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, സ്റ്റേഷൻ വരെ വരുമെന്ന്. ഇങ്ങോട്ട് വരുമ്പോഴും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ രണ്ടാളും. കിട്ടിയാണപ്പോൾ നല്ല സന്തോഷമായിരുന്നു. കാരണം അവരെത്രത്തോളം തീ തിന്നിട്ടുണ്ടാവുമെന്ന് രണ്ടാൾക്കും അറിയാം. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് അവർ. പിന്നെ അവരെന്നല്ല ഒരുപാട് കരഞ്ഞു ഇപ്പം അവരെന്നെ അതോ പറയുന്നു. അപ്പം അവരുടെ ഒക്കെ ഒരു ഇത് എന്തോ ഇതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങളെ കൈ കിട്ടുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇവര് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു വിചാരിച്ചിരുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ സാറ് വിളിച്ചിരുന്നു. അപ്പോഴാണ് പിന്നെ മനസ്സിലായത് കിട്ടുന്നു. കൊടുക്കാൻ രണ്ടാളും തീരുമാനിക്കുകയായിരുന്നോ? ഞങ്ങൾ കിട്ടിയപ്പോ തന്നെ അങ്ങനെ വിചാരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുകൊടുക്കാം
പിന്നെ ഇവിടുത്തെ കടയിൽ ആരോടെങ്കിലും പറയാം, ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറയാൻ വിചാരിച്ചു. സ്റ്റാൻഡിൽ നിന്ന് ഇരിക്കുന്ന ഭാഗത്ത് നിന്ന്. എന്റെ പേര് ജഹാന, മങ്കേരി. പൂക്കാച്ചി കോഴിക്കുന്ന്. പൂക്കാച്ചി കോഴിക്കുന്ന്. ഈ ചാനൽ വളാഞ്ചേരി. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. വെട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റ്, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE ഈ നാടിന്റെ ധൈര്യം.